ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു മംഗള ശ്ലോകമാണ് ഞാനിവിടെ ആലപിച്ചത്. നാം ചർച്ച ചെയ്യുന്നത് വാരഫലത്തിൽ ചിങ്ങൻ രാശിയെ പറ്റിയാണ്. ചിങ്ങം സൂര്യൻ്റെ സ്വക്ഷേത്ര മൂലക്ഷേത്രമാകുന്നു. അർക്ക ശംഭുഹു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ശിവസ്തോത്രം ഞാൻ നിങ്ങൾക്കായി ഇവിടെ സമർപ്പിച്ചത്. ഇവിടെ വാരഫലത്തിൽ ഇടവമാസം 16 മുതൽ 22 വരെയുള്ള ദിവസങ്ങൾ, ഒരു വാരം, വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള 7 ദിനങ്ങൾ, 2024 മെയ് 30 ടു ജൂൺ 5 വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ചിങ്ങൻ രാശി നിങ്ങൾക്കറിയാം. മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു ചിങ്ങൻ രാശി. ഇവിടെ ഇന്ന് ചിങ്ങൻ രാശിയിൽ 2-ൽ കേതു, 7-ൽ ചന്ദ്രൻ ശനി, അഷ്ടമത്തിൽ ചൊവ്വ രാഹു, 9-ൽ ബുധൻ, 10-ൽ സൂര്യൻ വ്യാഴം ശുക്രൻ, 12-ൽ മാന്തി, ഇങ്ങനെയാണ് ഗ്രഹനില. സ്വതവേ ചിങ്ങൻ രാശിക്ക് ഇവിടെ ഭാവാധിപനായ സൂര്യൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. 10-ൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് വളരെ ഗുണമാണ്. ദണ്ഡനാഥോ കുജാർക്കോ, സൂര്യനും ചൊവ്വയും 10-ൽ വന്നാൽ കയ്യിൽ വടിപിടിക്കുന്ന അധികാരത്തിൻ്റെ നാഥനാവുമെന്നാണ്. ശിക്ഷ നടപ്പാക്കേണ്ട യോഗമുണ്ട്. പോലീസുകാർ, ന്യായാധീശന്മാർ, അല്ലെങ്കിൽ മധ്യസ്ഥം വഹിക്കുന്ന ആളുകൾ, കൺസൾട്ടൻസ്, ഇവർക്കൊക്കെ വളരെ അനുകൂലമാണ് ഈ വാരം. പ്രത്യേകിച്ച് 31-ാം തീയതി ബുധനാഴ്ച ബുധനും കർമ്മസ്ഥാനത്തേക്ക് വരുന്നു. ധനപരമായ വിഷയത്തിൽ ധാരാളം ലാഭങ്ങൾ 11-ാം ഭാവാധിപനായ ബുധൻ ചിങ്ങൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് കർമ്മം വളരെ ശുഭമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ച, ഇറിറ്റേറ്റ് ചെയ്ത ചൊവ്വ 8-ാം ഭാവത്തിൽ നിന്നും 9-ാം ഭാവത്തിലേക്ക് വരുന്നു ജൂൺ 1-ാം തീയതി. അതും വളരെ അനുകൂലമാണ്. മുടങ്ങിക്കിടക്കുന്ന വീട് പണി ആരംഭിക്കാം, യാത്ര ആരംഭിക്കാം, പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകാം. വളരെയധികം അഭിപ്രായ വ്യത്യാസം വന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സുതാര്യമായ പരിഹാരങ്ങൾ ചർച്ച നടത്തി തനിക്ക് ശ്രേയസ്സാകുന്ന ഒരു പഥത്തിലേക്ക് നയിക്കുവാനുള്ള അനുകൂലമായ സമയം വരികയാണ് ജൂൺ 1 മുതൽ 5 വരെയുള്ള ഈ വാരത്തിലെ ദിനങ്ങൾ. പക്ഷേ ജൂൺ 1 വരെ ശ്രദ്ധിക്കുക. അഷ്ടമത്തിലെ ചൊവ്വയാണ്. വാഹനാപകടങ്ങൾ വരിക, അനാവശ്യമായി വിവാദത്തിൽ പോയി ചാടുക, 2 ദിവസങ്ങൾ കൂടി നിയന്ത്രിക്കുക. 1-ാം തീയതി മുതൽ വളരെ ശുഭമാകുന്നു. മറ്റൊന്ന്, 7-ലെ ചന്ദ്രൻ വിവാഹ വിഷയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. വിവാഹ ഘടന, വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ഞാൻ സൂചിപ്പിച്ചു, 7-ലെ ശനി വിവാഹത്തിന് പലപ്പോഴും കാലതാമസം ഉണ്ടാക്കും. പ്രത്യേകിച്ച് 7-ലെ ശനിക്ക് പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ വളരെയധികം വീട്ടിൽ കന്യകയായി അല്ലെങ്കിൽ കന്യകനായി ഇരിക്കുമെന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത്. വിവാഹം നടക്കാത്ത യുവാവിനും യുവതിക്കും ഭാര്യാസമേതനായ ശാസ്താക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി എല്ലാ ശനിയാഴ്ചകളും ചെയ്യാവുന്നതാണ്. മലബാറിൽ ഈ ശാസ്താക്ഷേത്രം വളരെ ദുർലഭമാണ്. തിരുവനന്തപുരം ജില്ലയിലും തമിഴ്നാട്ടിൽ ധാരാളവും ഈ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ സുഹൃത്തുക്കളോട് പറഞ്ഞ് എല്ലാ ശനിയാഴ്ചകളും സ്വയംവര അർച്ചന ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. 7-ലെ ചന്ദ്രൻ ഗുളിക ഭവനാധിപനാണ്. കർത്തപക്ഷത്തിലെ ചന്ദ്രനാണ്. ശത്രുക്കളാൽ ഉപദ്രവിക്കപ്പെടുമെന്നൊരു ഫലമുണ്ട്. ശത്രുദോഷത്തിന് പരിഹാരം ചെയ്യാം. ശനിയാഴ്ച ശാസ്താക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുക. ഹനുമാൻ ക്ഷേത്രത്തിൽ ഗദ ഒപ്പിക്കുക. ശത്രുദോഷത്തിന് ഏറ്റവും നല്ല പരിഹാരമാണ്. അതേ രീതിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു നാളികേരം കൊണ്ട് മുട്ടറക്കൽ ചെയ്ത് കർമ്മമുട്ട്, ശത്രുമുട്ടിന് പരിഹാരങ്ങളും കാണുക. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമായ ശുഭദിനങ്ങൾ ഈ വാരം ഇല്ല തന്നെ. ജൂൺ 1-ാം തീയതി ഉത്രട്ടാതി നക്ഷത്രവും ജൂൺ 2-ാം തീയതി രേവതി നക്ഷത്രവും ബാക്കി എല്ലാ രാശിക്കാർക്കും അനുകൂലമാണ്. പക്ഷേ ചിങ്ങൻ രാശിക്കാർക്ക് അവരുടെ
അഷ്ടമരാശിക്കൂറാകുന്നു. വളരെ ദോഷമാണ്. ഒരു ശുഭകാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ജൂൺ 5 വരെ ശുഭകാര്യങ്ങളൊക്കെ തൽക്കാലം നിർത്തിവെക്കുക. അടുത്ത വാരം നേരത്തെ തന്നെ ഞാൻ നിങ്ങൾക്കുള്ള അനുകൂലമായ ദിവസങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് തരുന്നതാണ്. പ്രാർത്ഥനാ വിഷയം ഞാൻ സംസാരിച്ചു. മറ്റ് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി ഞാൻ ചിന്തിച്ചു, ചർച്ച ചെയ്തു. എല്ലാ ചിങ്ങം രാശിക്കാർക്കും വളരെ ശോഭനമായ ഒരു വാരം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.